ഹായ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഡോക്യുമെന്റിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള കാര്യം അതൊന്ന് ക്ലിയർ ആക്കി തരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ആണത്. ഒന്നുമില്ല, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ ആധാർ കാർഡ് ഒരു ഡോക്യുമെന്റേ അല്ല. ഓക്കെ, ആധാർ കാർഡ് ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോട്ടോ, പേര്, അഡ്രസ്സ് കാണിക്കാനുള്ള ഡോക്യുമെന്റ് മാത്രമായിട്ടുണ്ട്. എന്താവശ്യം ഇനി മുതൽ അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെയാണ്. ആധാർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് അല്ല, ബന്ധം തെളിയിക്കാനുള്ള രേഖയല്ല. ഓൾറെഡി ഇനി മുതൽ അഡ്രസ് ചേഞ്ച് ചെയ്ത ആൾക്കാരുടെ ആധാറിൽ കെയർ ഓഫ് എന്നുള്ള കോളം അഥവാ ഫാദർ ഓഫ്, മദർ ഓഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഓക്കെ, ബ്ലാങ്ക് ആയി വെച്ചാൽ അങ്ങനെ ഒരു കോൾ ഉണ്ടാവില്ല. ജസ്റ്റ് പേര്, ബാക്ക് സൈഡിൽ അഡ്രസ്സ് എന്നുള്ള രൂപത്തിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഉണ്ടാവുള്ളൂ. ആ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയിലേക്ക് വരുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആയിട്ടുള്ളത് സ്കൂൾ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്രയും കാര്യങ്ങളാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ID കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെടുന്നില്ല. ഓക്കെ, പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കേസുകൾ, സ്കൂൾ പഠിച്ചിട്ടില്ലാത്ത കേസുകളിലൊക്കെ അതിൽ പിന്നെന്താണ്, ചില കേസുകളിൽ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറി സ്കൂളടക്കം നശിച്ചു പോയ, സ്കൂളിലെ രേഖകളടക്കം നശിച്ചു പോയ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അതിന് തിരിച്ചു കിട്ടാത്ത വിധത്തിൽ അവരുടെ കയ്യിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല, സ്കൂളിൽ പഠിച്ച സ്കൂളിൽ ഡാറ്റ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ ഏജ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഓഫീസറുടെ ഏജ് സർട്ടിഫിക്കറ്റ് പറ്റും. അതിന്റെ ഫോർമാറ്റ് അക്ഷയ സെന്ററിൽ ലഭ്യമാണ്. ഓക്കെ, അതുകൊണ്ട് ഒന്നുകൂടി പറയാം, സ്ത്രീ സുരക്ഷ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മീൻസ് 1000 രൂപ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ കൊടുക്കാൻ അക്ഷയ സെന്ററിലേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ആധാർ കാർഡ്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈല്, ബാങ്ക് പാസ്ബുക്ക്, ഒരു ഫോട്ടോ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ, റേഷൻ കാർഡ്, BPL അഥവാ പിങ്ക്, AY അഥവാ മഞ്ഞ റേഷൻ കാർഡ്, പിന്നെയുള്ള എന്താണ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതായത് എല്ലായിടത്തും ഉണ്ടാവുകയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അക്ഷയ സെന്ററിൽ വന്നിട്ട് ഏജ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് വാങ്ങുക, ഒരു മെഡിക്കൽ ഓഫീസറൊക്കെ ഉണ്ട് സർട്ടിഫൈ ചെയ്ത് വാങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ആൾക്കാരും ഈ വർഷത്തെ 2025-26 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി അടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അത് മറന്നു പോകരുത്. എന്താ കാരണം എന്ന് വെച്ചാൽ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നികുതി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷ തള്ളാൻ ഒരു കാരണം അതായിരിക്കും. ഓക്കെ, ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാർ അടക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ ചെന്ന് കെട്ടിട നമ്പറും വാർഡ് നമ്പറും പറഞ്ഞു കൊടുത്ത് കെട്ടിട നികുതി അടച്ച് അതിന് റെസീറ്റ് കൈപ്പറ്റി കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. കാരണം ഇതിന്റെ വെരിഫിക്കേഷൻ ആവശ്യത്തിന് നികുതി ഷീറ്റ് പഞ്ചായത്തിൽ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മറക്കരുത്, കെട്ടിട നികുതിയുടെ കാര്യം. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ അറിവുകളും നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എല്ലാ ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടിനെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.